ഇനി ഈ ഡിഫക്ട്സ് പരിഹരിക്കാനുള്ള നാലാമത്തെ സജഷനായിട്ട് പറയുന്നത് ദീസ് സൊസൈറ്റീസ് ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ. They should the habit of thrift amongst the members. This is particularly necessary now because of the recent years there has been substantial rise in the rural incomes. The review committee was also the same view. അല്ലേ? അപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യണം, മാക്സിമം മൊബിലൈസ് ചെയ്യണം. അതായത് ഡെപ്പോസിറ്റ്സ് മൊബിലൈസ് ചെയ്യുന്നതിന് പ്രയോറിറ്റി കൂടുതൽ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആളുകൾക്ക് അവിടെയുള്ള മെമ്പേഴ്സിന് ത്രിഫ്റ്റ് എന്നുള്ള ഒരു കാര്യം, അതായത് എന്താണ്, ചിലവ് ചുരുക്കി സേവിങ്സ് കൂടുതലുണ്ടാക്കുക, അതായത് മിതവ്യയം, അതായത് പാകത്തിന് മാത്രം ചിലവാക്കുക എന്നുള്ളതാണ് ത്രിഫ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മിതവ്യയം എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, അവർക്ക് ഒരു ജീവിതത്തിലൊരു ഹാബിറ്റാക്കി കൊണ്ടുവരികയും കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കുകയും ആ സേവിങ്സിനൊക്കെ എന്ത് ചെയ്യുക, മൊബിലൈസ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരു സജഷനായിട്ട് പറയുന്നത്. പ്രത്യേകിച്ചും എന്താണ് ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റൂറൽ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ട് റൂറൽ ഇൻകം വർദ്ധിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലേ? റൂറലിലുള്ള ആളുകളുടെ എന്താണ് അവരുടെ ഒരു വരുമാനത്തിൻ്റെ അളവും എന്ത് ചെയ്തിട്ടുണ്ട്, തോതും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യത്തിൽ കിട്ടിയത് മുഴുവൻ ചിലവാക്കാതെ അതിന് പകരം എന്ത് ചെയ്യുക, മിതമായി ചിലവാക്കി ഒരു ഡെപ്പോസിറ്ററി സംവിധാനം എന്ത് ചെയ്യുക, കുറേ കൂടി സേവിങ്സിനുള്ള ഒരു ഹാബിറ്റ് അവരിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്, അതിനവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് റിവ്യൂ കമ്മിറ്റി പറയുന്ന ഒരു സജഷനും. അപ്പോൾ ഇതാണ് നാലാമത്തെ സജഷനായിട്ട് നമുക്ക് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സജഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നെസസറി ദാറ്റ് ദ പൊസിഷൻ ഓഫ് ഓൺ ദ ഫണ്ട്സ് ഓഫ് ദീസ് സൊസൈറ്റീസ് ഈസ് സ്ട്രെങ്തൻഡ്. മെമ്പേഴ്സ് ഷുഡ് പെർസ്യൂഡ് ടു ടേക്ക് അഡീഷണൽ ഷെയർസ്. ദ റിവ്യൂ കമ്മിറ്റി ഹാസ് സജസ്റ്റഡ് ദാറ്റ് ദ ഷെയർ ഹോൾഡിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഷുഡ് ബി 20% ഓഫ് എനി മെമ്പേഴ്സ് ബോറോയിങ്സ്, ബട്ട് ദ ലാർജർ കൾട്ടിവേറ്റർ ഷുഡ് കോൺട്രിബ്യൂട്ട് മോർ ടുവേർഡ്സ് ഷെയർ ക്യാപിറ്റൽ. ദ സ്മോളർ കൾട്ടിവേറ്റർ കുഡ് പേ ഹിസ് ഷെയർസ് കോൺട്രിബ്യൂഷൻ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സൊസൈറ്റീസിന് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഫണ്ടുകൾ, അവരുടേതായിട്ടുള്ള മെമ്പർഷിപ്പ്, അവരുടേതായിട്ടുള്ള ഷെയർ, അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, അളവ് എന്ത് ചെയ്യുക, കൂട്ടുക. അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന വൻ തോതിൽ പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന കൾട്ടിവേറ്റേഴ്സ് എന്ത് ചെയ്യുക, കൂടുതൽ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക ഷെയർ ക്യാപിറ്റലിലേക്ക്. മറ്റുള്ള ആളുകൾ സ്മോൾ കൾട്ടിവേറ്റേഴ്സ് എന്ത് ചെയ്യുക, അവരുടെ കോൺട്രിബ്യൂഷൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് എന്തായാലും എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക. അല്ലേ? അവരുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറയുന്ന മറ്റൊരു അടുത്തൊരു സജഷൻ. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇൻ വ്യൂ ഓഫ് disquieting position of overdues, it is necessary that outstanding loans are recovered promptly. The Planning Commission has therefore suggested that various measures, both coercive and pressuretive, should be undertaken to link the credit with the marketing so that the dues are recovered through marketing societies out of the sale proceeds of the members. അല്ലേ? അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡ്യൂസ് കുറേ വരും. അല്ലേ? അതായത് ലോണിൻ്റെയൊക്കെ കുറേ ഓവർ ഡ്യൂസ് വരും. അപ്പോൾ ഈ ഓവർ ഡ്യൂസൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യുക. അതൊക്കെ റിക്കവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഈ ക്രെഡിറ്റൊക്കെ കൊടുത്തിട്ട് ആ ക്രെഡിറ്റൊക്കെ എന്ത് ചെയ്യുകയാണ്, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൊസൈറ്റീസിലെ മെമ്പേഴ്സ്, അല്ലേ, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് തന്നെ എന്ത് ചെയ്യുക, അവർ ഇതിനും വേണ്ടിയിട്ട് ഈ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊടുത്തിട്ടുള്ള ക്രെഡിറ്റൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുക, ശക്തമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി എന്താണ്, ഈ ലോൺസൊക്കെ എന്ത് ചെയ്യും, ഓവർ ഡ്യൂസൊക്കെ എന്ത് ചെയ്യും, റിക്കവർ ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു വീക്കർ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ കുറേയൊക്കെ എന്താവും, മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ദ വർക്കിംഗ് ഓഫ് ദീസ് സൊസൈറ്റീസ് ക്യാൻ ബി കൺസിഡറബിളി ഇംപ്രൂവ്ഡ് ഇഫ് സൂപ്പർവിഷൻ, ഇൻസ്പെക്ഷൻ ആൻഡ് ഓഡിറ്റ് ആർ മെയ്ഡ് മോർ effective than what they have been so far. These functions should be undertaken by the central financing agencies. The supervisors should ensure that the loans are used only for the purpose for which they have been obtained. The audit should be undertaken regularly and the cooperative department should take immediate actions on the objections raised in the audit reports.
അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് ഒന്നുകൂടി എന്താവണം മെച്ചപ്പെടുത്തണം. അപ്പോൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻസ്, ഇൻസ്പെക്ഷൻസ്, ഓഡിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടിയും ശക്തമായ രീതിയിൽ നടപ്പിലാക്കണം. ഇപ്പോൾ ഉള്ളത് പോരാ, കുറച്ചുകൂടി എന്താവണം, ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. പിന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഫിനാൻസിങ് ഏജൻസീസ് നേരിട്ട് ഏറ്റെടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോൺ പർപ്പസിന്, അതായത് ലോണുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ പർപ്പസിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ ഓഡിറ്റിംഗ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓഡിറ്റിംഗ് എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ത് ചെയ്യണം, എടുക്കണം അല്ലേ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഗുരുതരമായിട്ട് തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് അടുത്തൊരു സജഷൻ. അപ്പോൾ ഇതാണ് അടുത്തൊരു സജഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി സൊസൈറ്റി ഹാസ് സഫേർഡ് കൺസിഡറബിളി ഓയിങ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് ഇംപെരറ്റീവ് ദാറ്റ് ഫസ്റ്റ്ലി എ ഫുൾ ടൈം പെയ്ഡ് സെക്രട്ടറി ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എവറി സൊസൈറ്റി ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് ഇംപ്രസ്ഡ് അപ്പോൺ ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് they may take keen interest in the working of the cooperative society to which they belong അല്ലേ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്. പല സ്ഥലങ്ങളിലും ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആണ്, മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഎഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് കുറേ കൂടി എന്ത് ചെയ്യണം, ഒരു ഫുൾ ടൈം പെയ്ഡ് സെക്രട്ടറീനെ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം. എല്ലാ സൊസൈറ്റീസിലും എന്ത് ചെയ്യണം, ഒരു ഫുൾ ടൈം പെയ്ഡ് സെക്രട്ടറീനെ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യണം, ഒരു ഫുൾ ടൈമറായിട്ടുള്ള സെക്രട്ടറീനെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്പേഴ്സ് എന്ത് ചെയ്യണം, കുറേ കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കുറേ കൂടി ഇൻട്രസ്റ്റ് എടുത്ത് അവരൊന്നുകൂടി എന്ത് ചെയ്യണം, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നുള്ള നിലയ്ക്ക് അവരൊന്നുകൂടി കുറേ കൂടി ഇൻട്രസ്റ്റ് എടുത്ത് കുറേ കൂടി അതിനെ ശ്രദ്ധിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അടുത്തൊരു സജഷനായിട്ട് പറയുന്നത്. പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1968 ചീഫ് മിനിസ്റ്റേഴ്സും മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൽ പറയുന്നത് പ്രത്യേകിച്ചും എന്താണ്, ഇപ്പോൾ ഈ ട്രേഡിങ്, മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് മിഡിൽ മാൻസ്, അവരൊക്കെ എന്ത് ചെയ്യണം, അവരൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പരമാവധി എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം. അവരുടെയൊക്കെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യണം, ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സൊസൈറ്റീസിന് അവരുടെ മെമ്പർഷിപ്പ് അവരുടെയൊക്കെ എടുത്തു കളയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്താവണം, ഓപ്പൺ ആവണം. അപ്പോൾ മിഡിൽ മാൻസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊന്നും, ട്രേഡേഴ്സ്, മറ്റു തരത്തിലുള്ള ട്രേഡേഴ്സ്, മണി ലെൻഡേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊന്നും പരമാവധി അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല, മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ മെമ്പർഷിപ്പ് ശരിക്കും കൊടുക്കേണ്ടത്, മെമ്പർഷിപ്പ് എന്താണ്, ഓപ്പൺ ആവണം. അതുപോലെ തന്നെ സ്മോൾ ഫാർമേഴ്സ്, ചെറിയ ഫാർമേഴ്സിന്, അതുപോലെ വീക്കർ സെക്ഷനിലുള്ള റിസർവേഷനുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ മാനേജ്മെൻറ്റിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ അവർക്കൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് വേണം, അതുപോലെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. അപ്പോൾ രണ്ടിലധികം തവണ, 2 ടേമിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഓർഗനൈസേഷനിൽ എന്താകാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ മെമ്പർഷിപ്പ്, ബോർഡ് മെമ്പറൊന്നും ആവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോണുകൾ കൊടുക്കുന്ന സമയത്ത് ലോൺസിന് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ആ ലോൺ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള റെഗുലേഷൻസൊക്കെ പാലിച്ചുകൊണ്ട് വേണം ലോൺ ഇഷ്യൂ ചെയ്യാൻ. പിന്നെ എലക്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നടപ്പിലാവണം. അതുപോലെ തന്നെ അതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവണം, അതോറിറ്റി ഇൻഡിപെൻഡൻ്റ് ആവണം, റെഗുലേറ്ററി അതോറിറ്റി എല്ലാ അർത്ഥത്തിലും ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സജഷൻസാണ് പിന്നീട് വന്നിട്ടുള്ളത്. അത് എന്താണ്, ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറച്ച് സജഷൻസാണുള്ളത്. അപ്പോൾ ഇതാണ് അടുത്തൊരു സജഷൻ, ഇതിൻ്റെ കുറേ പോരായ്മകൾ മറികടക്കുന്നതിലേക്കായിട്ട്. പിന്നീട് വന്ന അവസാനത്തെ ഒരു സജഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റീഓറിയൻറ്റ് ദിയർ ലോൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ആൻഡ് മെമ്പേഴ്സ് അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ദ ഗവൺമെൻറ് ഷുഡ് കണ്ടിന്യൂ പ്രൊവൈഡ് ഔട്ട്റൈറ്റ് ഗ്രാൻസ് ടുവേർഡ്സ് building up of special bad debt reserves so that the risk involved in financial requirements of these societies
liabilities may be adequately covered. Regarding the necessary changes of the lending policies of the procedures of the following measures could be taken immediately. The crop loan system must be implemented strictly in accordance with the provisions of the scheme. Procedural delays should be reduced in the minimum to the minimum so that the farmers are able to obtain the required financial helps the time they need most. This would require the simplification of various forms etc. അപ്പോൾ അടുത്തൊരു കാര്യം പറയുന്നത് പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ, അതായത് എന്താണെന്ന് വെച്ചാൽ ലോൺ പോളിസീസിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പോളിസീസിലും അതിൻ്റെ പ്രൊസീജിയേഴ്സിലും ഒക്കെ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം. എന്നിരുന്നാലും മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്മോൾ ഫാർമേഴ്സിന്, പ്രത്യേകിച്ചും മെമ്പേഴ്സ് ആയിട്ടുള്ള സ്മോൾ ഫാർമേഴ്സിന് അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എന്താണ് ഈ ബാഡ് ഡെപ്റ്റ്സ്, അതായത് സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അതിനൊക്കെ വേണ്ടുന്ന അതൊക്കെ നേരിടാൻ ആ ഒരു ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ കുറയ്ക്കുന്നതിനും അതിനെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ റിസ്ക് കവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അഡീക്വേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറേയൊക്കെ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് ഈ സ്മോൾ ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടണം. പ്രത്യേകിച്ചും അവർക്ക് കൃത്യമായിട്ടുള്ള ടൈമിൽ എന്താണ് ലെൻഡിങ്ങിൻ്റെ പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ എന്ത് ചെയ്യണം, മാറ്റണം. പ്രധാനമായിട്ടും ഈ ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ കുറേ കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ട്. അതിൻ്റെ അതായത് ക്രോപ്പ് ലോൺസ് കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം ആ സ്കീം. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ആവശ്യമായിട്ടുള്ള ഈ ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള ആ മിനിമം എമൗണ്ട്, സ്മോൾ ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള മിനിമം ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സമയാസമയം കൃത്യമായിട്ടുള്ള സമയത്ത് മോസ്റ്റ് റിക്വയർഡ് ആയിട്ടുള്ള സമയത്ത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അപ്പോൾ മാക്സിമം എന്ത് വെച്ചാൽ അങ്ങനെയുള്ള ലോണിൻ്റെ പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ പോളിസീസിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റം വരുത്തുക. എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് സ്മോൾ ഫാർമേഴ്സിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അതായത് ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സജഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടിയാണുള്ളത്. ആ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വേഗത്തിൽ പറയാം. അപ്പോൾ നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ജോയിൻറ്റ് സ്റ്റോക്ക് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓൺ ദ അതർ ഹാൻഡ് ആർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്സ് ആണ്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. ഇപ്പോൾ രണ്ടും പ്രവർത്തിച്ചു വരുന്ന നിയമം വ്യത്യാസമുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രവർത്തിക്കുന്നത് എന്താണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ സബ്ജക്റ്റ് ടു ദ കൺട്രോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ട്ലി. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ സബ്ജക്റ്റ് ടു ദ റൂൾ ഓഫ് ലേഡ് ഡൗൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രവർത്തിക്കുന്നത് ഡയറക്റ്റ്ലി അണ്ടർ ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് പാർഷ്യലി മാത്രമാണ് അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ളൂ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ലെസ്സർ സ്കോപ്പ് ഇൻ ഓഫറിങ് വെറൈറ്റി ഓഫ് ബാങ്കിങ് സർവീസ് ദാൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്ന അത്രയും സർവീസുകൾ കോപ്പറേറ്റീവ് ബാങ്ക്സിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു വ്യത്യാസം പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ in India are very large scale. They have adopted system of branch banking, so they have country-wide operations. Cooperative banks are relatively on much smaller scale. Many cooperative banks follow only unit bank system, though there are cooperative banks with a number of branches, but their coverage is not country-wide. അപ്പോൾ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ബ്രാഞ്ച് വൈസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഓപ്പറേഷൻ നടത്തി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രാജ്യം മുഴുവൻ ഒരുപാട് എന്തുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മാളർ സ്കെയിൽ ഓപ്പറേഷനാണ് നടത്തുന്നത്. അവർക്ക് വളരെ ചുരുങ്ങിയ ബ്രാഞ്ച് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്താണ്, രാജ്യം മുഴുവനായിട്ട് വ്യാപിച്ച് അത് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബാങ്ക് അല്ല കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏരിയ ഓഫ്
ഓപ്പറേഷനിലും അതുപോലെ തന്നെ സർവീസ് ഓഫറിങ്ങിലൊക്കെ എന്തുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നെ അപേക്ഷിച്ച് വളരെ വലിയൊരു ഏരിയ ഓഫ് ഓപ്പറേഷനും വളരെ കൂടുതൽ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ 2 types, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക് സെക്ടർ ബാങ്ക്സ് ആർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെ 2 തരത്തിലുണ്ട് ഇന്ത്യയിൽ, ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കും ഒന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കും. പക്ഷേ കോപ്പറേറ്റീവ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഓൾറെഡി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. അതാണ് നമുക്കറിയേണ്ട മറ്റൊരു കാര്യം. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മോസ്റ്റ്ലി പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ് to industries, trade and commerce, including priority sectors like exports, etc. Cooperative banks usually cater the credit needs of agriculturalists അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിന്, ട്രേഡിന്, കൊമേഴ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ, അതുപോലെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ലോൺസാണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്.